ഹലോ. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം ആദ്യമായിട്ട് താത്തൻ്റെ വീട്ടിൽ പോയ ദിവസമാണ് ഇന്ന്. വെറുതെ പോയതല്ല, നമ്മളെ ചെക്കൻ്റെ കല്യാണമായിരുന്നു. താത്താൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കല്യാണമായിരുന്നു കേട്ടോ ഒന്ന്. മൂത്ത താത്താൻ്റെ വീടിൻ്റെ ബാക്ക് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ഞാനങ്ങനെ വെറുതെ നടന്നപ്പോൾ തോട്ടിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കി. നല്ല രസമാണ്. കുറേ കല്ലുകളൊക്കെ ഉള്ളൊരു, ഇപ്പം അധികം വെള്ളമില്ല, വേനലായതുകൊണ്ട് കുറച്ചൊക്കെ വറ്റി പോയിട്ടുണ്ട്. എന്നാലും ഈ 2 ദിവസമായതുകൊണ്ട് കുറേയൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ പിന്നെ ഞാനൊന്ന് ഒരു 360 ഡിഗ്രി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. ക്യാമറ കണ്ടില്ലേ, ഇതാണ് നമ്മളെ ചെക്കൻ, മൂത്ത താത്താൻ്റെ ചെറിയ ചെക്കൻ. വെള്ളത്തിൽ കൊണ്ടേക്കണം. വെള്ളത്തിൽ കളിക്കി. എനിക്ക് ചെറുപ്പത്തിൽ നീന്താനൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. വലിയതായപ്പോൾ അങ്ങനെ കുളത്ത് പോകാനും നീന്താൻ പഠിക്കാനൊക്കെ മടിയായി. പക്ഷെ അതിനൊക്കെ ശേഷം ഇപ്പം 1 വർഷമായി ഞാൻ ഇപ്പോൾ നീന്താൻ പഠിച്ചിട്ട് ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചപ്പം അത് വേണം തോന്നിയപ്പോൾ ഞാനത് പഠിച്ചെടുത്തു. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി കല്ലുമ്മ കല്ലേറ്റി വെച്ചിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുക. പണ്ട് സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഈ കല്ലാമുട്ടി, പരല്, അങ്ങനെ കുറേ മീനുകളൊക്കെ പിടിക്കാൻ നോക്കലുണ്ടേനെ. പക്ഷെ എനിക്കൊന്നും കിട്ടൂല, അത് വേറെ കാര്യം. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ബോറടിച്ചപ്പം കുറച്ച് നേരം റെങ്കണ്ടനെ പോലെ ഒരു മാവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്താക്കി ഇങ്ങനെ നോക്കി കാട്ടിക്കൂട്ടി ഇങ്ങനെ നിന്നു. ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേട്ടോ താത്തൻ്റെ മക്കളും എല്ലാവരും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരിക. അപ്പോൾ വീട്ടിൽ ഉമ്മച്ചാണെങ്കിൽ ചോറൊക്കെ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. പോണ വഴിക്കൊരു മുൾക്കിരീടം കിട്ടിയിട്ട് നമുക്ക് അതിങ്ങനെ ചുറ്റി തലയിലൊക്കെ വെച്ച് രസമുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം അങ്ങനെ സമയം കളഞ്ഞു. പിന്നെ ഈ പരിപാടിയൊന്നും നമുക്ക് പറ്റില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വലിയ എസ്കേപ്പായിട്ട് അവിടുന്ന്. മൂത്ത താത്തൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊന്നും നടക്കാനുണ്ട് കേട്ടോ ഇളയ താത്തൻ്റെ വീട്ടിലേക്ക്. ഇളയ താത്തൻ്റെ കുട്ടീൻ്റെ സുന്നത്ത് കല്യാണമാണ് ഇന്ന്. അപ്പോൾ കുറച്ചിങ്ങനെ നടന്നപ്പോൾ അതാക്കണം നമ്മൾ അസീസി കുട്ടൻ കാർപോർച്ചിൽ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. ഞാൻ മെല്ലെ ഒന്ന് അപ്പുറത്തേക്ക് മാറ്റി വെച്ചു, കാരണം വേറെ വണ്ടിയോടെ കൊണ്ടുവെക്കാനുണ്ട്. അപ്പം നമ്മളെ ചെക്കനെ മെല്ലെ ഒന്ന് അപ്പുറത്തേക്ക് സൈഡാക്കി. ഞാൻ വാങ്ങിയൊന്ന് ഗാർഡൊന്നും വേണ്ട, ലുക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആളെ കൊണ്ടുവന്നതാണ്. വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് ചരലിൽ വീണ് സ്ക്രാച്ചായിട്ട് വണ്ടി. അങ്ങനെ ആ ലുക്കൊക്കെ അങ്ങോട്ട് ചെറുതായിട്ടുണ്ട് ഇല്ലാണ്ടായി. എന്നാലും പെർഫോമൻസിലും ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നമ്മളെ ചെക്കൻ അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, നമ്മളെ അടിപൊളി പുതിയൊരു കീ ചെയിനാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കീ ചെയിൻ. കണ്ടോ, ഇതിൻ്റെ മാതിരി ഒരു ഉരുണ്ട മുഖം. പിന്നെ ഇതാണ് നമ്മളെ എസ്തെറ്റിക് ഹെൽമെറ്റ്. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സിൽ ഫഹദ് ഫാസിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോകണ വൈറ്റ് ഹെൽമെറ്റ്. ഇത് ഞാൻ വണ്ടിയൊക്കെ വാങ്ങണതിൻ്റെ ഒരാഴ്ച മുന്നേ വാങ്ങിയതാട്ടോ. ഇത് നിലത്തും വെക്കൂല, തറയിലും വെക്കൂല, അങ്ങനെ കൊണ്ടുനടന്ന ഒരു മുതലാണിത്. എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല ഇതിൻ്റെയൊക്കെ ഒരു പുതുമ. എന്നാലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്, രസമാണ്. പണ്ട് കളിക്കുടുക്കൻ്റെ ഒപ്പം കിട്ടുന്ന സ്റ്റിക്കറൊക്കെ എടുത്തൊക്കെ കേട്ടോ ഏതെങ്കിലും കാലത്ത് സൈക്കിൾ വാങ്ങുമ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ സൈക്കിൾ അങ്ങോട്ട് വാങ്ങിച്ചതുമില്ല, സ്റ്റിക്കറൊന്നും ഒട്ടിച്ചതുമില്ല, അങ്ങനെയാണ്. ഉമ്മച്ചിൻ്റെ നെയ്ച്ചോറിൻ്റെ ഉപ്പ് നോക്കണേ കലാപരിപാടികളാണ് ഈ കാണുന്നത്. ഇത് പിന്നെ നമ്മുടെ യുവ സംരംഭകൻ അലിയാക്ക, മൂപ്പര് പുതിയൊരു ബ്രാൻഡൊക്കെ തുടങ്ങി, മൂഫ്രഷ് നട്ട പേര്. പാലിൻ്റെ കുറേ ഉൽപ്പന്നങ്ങളൊക്കെ, നെയ്യും പാലും അതുപോലെ പേട, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. ഇത് ഈ വാതിലും കൂടി തുറന്നാൽ മൂപ്പരുടെ ഒരു ലോകമാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള മിൽക്ക് കടകളിലൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, പാക്കാക്കിയിട്ട് നെയ്യും പാലും തൈരും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്നത്. അടിപൊളി മുണ്ടാണല്ലോ ഇനൂസേ, സൂപ്പർ ആണോ? എന്തൊക്കെ സാധനങ്ങളാണ് അതിനു? ആണോ? പോയാൾ കുറേ സമ്മാനമൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെന്തോ കറങ്ങുന്ന പമ്പരായി, ഫുഡായി. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമുക്ക് പിന്നെ അതാണല്ലോ വലിയത്. നമ്മളെ റീൽസിലുള്ള ഒരു ചോറണ്ണല്ലേ, മൂപ്പര് തിന്നണ പോലെ തിന്നാൻ നോക്കിയതാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം സദാമാനമായി.
അയിനോ കൊറേ പൈസ കിട്ടീനല്ലോ എനിക്ക്. പിന്നെ അതാ വീട്ടിലേക്ക് വരാനുള്ള സമയമായി. നമ്മളെ ചെക്കനൊക്കെ ഒന്ന് ഓണാക്കിയിട്ട് മെല്ലെ ചാവിയൊക്കെ ഇട്ട് തിരിച്ചിട്ട് മെല്ലെ റിവേഴ്സൊക്കെ എടുത്തിട്ട് പെരക്ക് പോകാൻ നിൽക്കുകയാണ്. മൂത്തമ്മനെ കൂട്ടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി. അങ്ങനെ വീട്ടിലെത്തി ഒരു ചായ കുടിച്ചപ്പം ഹൈ സമാധാനം. അപ്പോൾ പിന്നെ കാണാം. ബൈ ബൈ.